ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അന്നത്തെ പോലെ പറയുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ബോംബെ പോകാൻ വേണ്ടി ഇറങ്ങി. കാറിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വടക്കഞ്ചേരി വരെ. വടക്കഞ്ചേരി നമ്മളിപ്പോൾ പോണില്ല, നമ്മൾ പോണത് ബോംബെയിൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്കൂൾ ഐറ്റംസിൻ്റെ ഒക്കെ 5 ദിവസത്തെ ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനി തിരിച്ചു വരുന്നത് ഫ്രൈഡേ ആയിരിക്കും. മോളെ ഇക്കാടെ വീട്ടിലാക്കിയിട്ടോ. പിന്നെ വടക്കഞ്ചേരി പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർ വരെ നമ്മൾ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ ഞങ്ങൾ അധികം യാത്ര ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി ഒരു ഓട്ടോയിലായിരുന്നു പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓട്ടോയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഓട്ടോ നിർത്താൻ പറഞ്ഞു. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസത്തിൽ നമ്മുടെ ഇവിടുത്തെ ഫുഡ് കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഊണായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തെങ്കിലും ഊണൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലോട്ട്. അവിടേക്ക് പോയി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. രണ്ടരയ്ക്കായിരുന്നു നമ്മൾ പോകാനുള്ള ട്രെയിന്. നമ്മളോട് 2 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം അങ്ങനെയുള്ള ഓട്ടക്കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നു. കറക്റ്റ് ടൈമിന് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയ ശേഷം ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ഒരൊറ്റത്തായിരുന്നു നമ്മുടെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ടയേർഡാവാൻ തുടങ്ങി. ഞാനൊരു ഭാഗത്ത് ഇക്കൊരു ഭാഗത്ത് അങ്ങനെ കിടന്നു. ട്രെയിനിൽ കയറിയാലുള്ള ആകെ ആശ്വാസം എന്ന് പറയുന്നത് ചായ, കാപ്പി അങ്ങനെ ഓരോ കടികളൊക്കെ വരുന്നതല്ലേ. പക്ഷേ ഈ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഒന്നും വന്നില്ല. ഞങ്ങൾ 2:30 കയറിയിട്ട് നോക്കിയിരിക്കുകയാണ്, ചായ ഇപ്പോൾ വരും ചായ ഇപ്പോൾ വരും പറഞ്ഞിട്ട്. എവിടെയും അത് കയറി വരുന്നേ ഇല്ല. അവസാനം നമ്മൾ ഒരു 5:30 ആയപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തുനിന്ന് ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ കൊണ്ടുപോയ പൊക്കവടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ നേരം ഹെഡ്സെറ്റ് വെച്ച് പാട്ടും വാർത്തയും ഒക്കെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചപ്പോൾ ഇങ്ങനെ കുറേ സമയം നമ്മൾ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. അമ്മ കളിച്ച് നോക്കിയായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ബിരിയാണി വടക്കഞ്ചേരിനെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കുമ്പോൾ ഞാൻ കണ്ടോന്ന് എന്തിനാക്കുക ഇതിന്നൊക്കെ വാങ്ങുന്നത്, നമുക്ക് അവിടുന്ന് വാങ്ങാമല്ലോ എന്നൊക്കെ. ഭാഗ്യം വാങ്ങിയത്, ഇല്ലെങ്കിൽ പട്ടിണിയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നതിന് ശേഷം ഞാൻ മേലെ കിടന്നു. ഉറങ്ങാനൊന്നും പറ്റിയില്ല, കുറച്ച് സമയമൊക്കെ ഉറങ്ങി. പിന്നെ എണിച്ചു, ഉറങ്ങി. അങ്ങനെ കുറച്ചൊക്കെ രാവിലെ എണിക്കാനാകുമ്പോൾ കുറേ നേരം ഉറങ്ങിട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞാൻ എണിച്ചപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ചായ വാങ്ങിക്കുടിച്ചു. അതിന് ശേഷം ഇഡ്ഡലി വന്നിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിയും ചട്നിയും. അത് വാങ്ങി കഴിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് നേരം കിടന്നു. അങ്ങനെ ഉറങ്ങി. ട്രെയിന് എത്താനായിട്ട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എത്താനാവുന്ന സമയത്ത് അവിടെ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ അവർ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്താൻ സമയമായിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറുമ്പോഴുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങുമ്പോഴേക്കും നല്ല ടയേർഡായിരുന്നു. പിന്നെ ഈ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അധികം ടയേർഡില്ല, നല്ല അത്യാവശ്യം ടയേർഡായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ അവിടെ എത്തി ഒരു 11:30 നമ്മൾ അവിടെ എത്താനായിട്ട്. പിന്നെ അവിടെ പാൻവെൽ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ പോകാനുള്ള സ്റ്റേഷനിലോട്ട് പോയി. ആദ്യം തന്നെ നമ്മുടെ റൂമിലോട്ട് പോയി കുറേ നടന്നിട്ട്
പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാണ്ട്. പിന്നെയാണ് അറിഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു റൂം. പിന്നെ നടന്ന് നമ്മൾ റൂമിലോട്ട് പോയി. ഇവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചതിന് ശേഷം വേഗം ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എനിക്കധികമൊന്നും ഇഷ്ടമായില്ല, എന്നാലും ഞാൻ കഴിച്ചു. പിന്നെ അവിടെ ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഇപ്പം തന്നെ പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ. നമുക്ക് ടൈം കളയാനില്ല. നമ്മൾ മെയിനായി വന്നതിന് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല. വന്നപാട് നമ്മൾ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഈ സ്കൂൾ ബാഗ്, സ്കൂളിലെ പിന്നെ ഹാൻഡ് ബാഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാനായിരുന്നു. അങ്ങനെ നടന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാഗൊക്കെ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു, അവിടെ പോയി. പിന്നെ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ടായിരുന്നു റൂമിലോട്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകളും അതുപോലെ ഒരുപാട് കടകളും അവിടെ ഉണ്ട് കേട്ടോ. ചെറിയ കടകൾ സ്ട്രീറ്റിൽ. അവിടെ കുറേ പേര് വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെയൊക്കെ കണ്ട് കുറേ ദൂരം ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത്ര ദൂരം അന്നത്തെ ഫുഡ് കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ എണീറ്റപ്പോൾ ഇക്ക പോയിട്ട് ചായയും ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്നിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പൊ നമ്മളിപ്പോ ചായ കുടിക്കാൻ പോവാ കേട്ടോ. മുംബൈയിൽ ചായ ആവശ്യമേ ഉള്ളൂ. എനിക്ക് കാണിച്ചു തരാം. ചായ കുടിക്കാൻ തന്നെ പോയാൽ നമ്മൾ വീണ്ടും പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ചായ കുടിക്കാൻ നിന്നില്ല. അവിടെയുള്ളൊരു ഷോപ്പിൽ നിന്ന് മാംഗോ ഷേക്കാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഷേക്കായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് കടകളുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരുപാട് കഴിക്കാൻ നിന്നില്ല. ഞാനും വയറിന് പണി കിട്ടി, ഇനി 4 ദിവസം കൂടി ഇരിക്കുന്നതല്ലേ പറഞ്ഞിട്ട്. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ നൂഡിൽസും പൊറോട്ടയും പിന്നെ ചിക്കൻ ലോലിപോപ്പ് എല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ചായ വാങ്ങിയിട്ട് വന്നു. രാവിലെ അവിടെ നിന്ന് മസാല ദോശയും വടയും ചട്നിയും സാമ്പാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ റെഡിയായ ശേഷം ഇന്ന് നമ്മൾ പോകുന്നത് ബോക്സ്, പൗച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലൊക്കെ കയറിയ ശേഷം ഇതായിരുന്നു നമ്മൾ താമസിച്ചിരുന്ന റൂം കേട്ടോ. പ്ലാനിംഗ് ഒന്നുമില്ല. അവിടെ നിന്ന് ബാഗും പൗച്ചൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഫാൻസി ഷോപ്പിലോട്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് എല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ എങ്ങാനും പൊട്ടിപ്പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞ ശേഷം ജസ്റ്റ് ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരു സൈഡ് മൊത്തം ഫാൻസി ആണെങ്കിൽ അടുത്ത സൈഡ് മൊത്തം ബാഗായിരിക്കും. പിന്നെ അടുത്ത സൈഡ് മൊത്തം ഈ നൂല് വല ഉണ്ടാവില്ലേ, മീൻ പിടിക്കണ വല, അങ്ങനത്തെ ആയിരിക്കും. പിന്നെ അടുത്ത സൈഡ് മൊത്തം ഫുഡായിരിക്കും. അങ്ങനെ ഓരോ സൈഡും ഓരോ ഐറ്റംസ് ആണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ വെയിൽ മാത്രം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വാച്ചിൻ്റെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് പറയാതിരിക്കാൻ വയ്യ, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ എനിക്ക് നോക്കിയപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ അവിടെ ഇവിടെ സെയിം റേറ്റ് പോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മീഷോ എന്നാണ് അധികം വാങ്ങണതുകൊണ്ട് എനിക്ക് അവിടെ കാണുമ്പോഴും റേറ്റ് കൂടുതലായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടു നടക്കും, അല്ലാതെ ഒന്നും വാങ്ങാനൊന്നും നിൽക്കാൻ സമ്മതിച്ചില്ല. ഞാനൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ പർച്ചേസിങ് ആയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയാകുമ്പോഴേക്ക് നല്ല വിശപ്പായിരുന്നു. അവിടെ പോയിട്ട് മട്ടൺ അഫ്ഗാനിയും പിന്നെ റൊട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം 2 റൊട്ടിയാണ് അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞും വേണം, അപ്പോഴത്തെ വിശപ്പിന് കിട്ടും. പക്ഷെ ഒരു റൊട്ടി കഴിച്ച് കഴിയുമ്പോഴേക്കും വയറ്
എന്നൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് കാരണം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരെ മാത്രമല്ല പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ അവിടെ കുറേ പേരുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും അവരെ ഫോട്ടോ എടുത്തിട്ടു. കുറേ നേരം നിന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് മറൈൻ ഡ്രൈവിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഒരു 4 മണി ആ സമയമായിരുന്നു. അതുകൊണ്ട് അവിടെയും ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ പിന്നെ കുറച്ച് വെയിലൊക്കെ മാറിയപ്പോൾ അവിടെ പിന്നെ മാങ്ങ, ബേൽപൂരി, ചായ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ഒരു മാങ്ങ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങയ്ക്ക് 50 രൂപയായിരുന്നു അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെയിൽ പോയപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഫോട്ടോ വീഡിയോസ് അത് പിന്നെ എവിടെ പോയാലും എടുക്കണമല്ലോ. പിന്നെ ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ള് ലവേഴ്സ് ആട്ടോ. കുറേ ഫാമിലി ഉണ്ട് വന്നിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസെറ്റ് കാണാനായിട്ട്. വ്യൂ അടിപൊളിയായിരുന്നു. പക്ഷെ കറക്റ്റ് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. എപ്പോഴും ഇതിങ്ങനെ തിന്നിട്ട് നടക്കാനെ വേണ്ട. വൈകിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മട്ടൻ പുലാപ്പിയും കുണാഫിയായിരുന്നു. ഞാനും കുണാഫിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ പുലാപ്പ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയിക്ക മസാല ദോശയും ചായയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം 10 മണിയാകുമ്പോൾ. അപ്പോൾ നമ്മൾ വേഗം റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് മാർക്കറ്റിലോട്ട് പോയി. അവിടെ ബിഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കാണാൻ പോകാൻ വിചാരിച്ചു. അവിടെ പോയപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നടന്ന് വന്ന് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അവിടെ പുറത്ത് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള
ഒരു ജ്യൂസ് കടയുണ്ട് കേട്ടോ. അവിടെ പോയി നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ജ്യൂസായിരുന്നു. 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസായിരുന്നു നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് കൊണ്ട് അവിടെ നമ്മൾ സ്റ്റേഷനിൽ അവിടെ പോയി ബൈ ബൈ. ഇപ്പോൾ എങ്ങനെ പോകുന്നത്? എക്സൈറ്റഡ് ആണ്. പിന്നല്ലാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വന്നത് തന്നെ. അങ്ങനെ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറൊരു ട്രെയിനിലായിരുന്നു നമ്മൾ എയർപോർട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. ലേസും കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. അവിടെ പോകുമ്പോൾ ഒരു വെജ് റോള് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയി. അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇക്ക കൊടുത്ത പേര് ഷഫീന എന്നായിരുന്നു. എൻ്റെ ആധാറിലെ പേര് ഷഫീന ആണ്. എന്താ വെച്ചാൽ എൻ്റെ പുതുക്കിയ ആധാറിൽ ഷഫീന എന്നാണ് കേട്ടോ. എങ്ങാനും ആധാർ മിസ്സായത് കൊണ്ട് ഞാൻ പഴയ ആധാറായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ അവിടെ നിന്ന് കുറേ നേരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഹിന്ദിയൊന്നും പറയാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ബ്ലിങ്കായി നിൽക്കുകയായിരുന്നു. എനിക്ക് ഉള്ള ഹിന്ദി മറന്നുപോയ സ്ഥിതിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവരെന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ അതിൻ്റെ കോപ്പിയൊക്കെ ഫോട്ടോ കാണിച്ചതിന് ശേഷം അവർ നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് വന്ന് അപ്പോഴേക്കും ഞാൻ ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെക്കിങ് ചെയ്യുന്നതോടെ എൻ്റെ കോട്ടൊക്കെ ഉരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെക്കിങ് ഒക്കെ ചെയ്തു. അവസാനം നമുക്ക് ആ ടിക്കറ്റൊക്കെ തന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ബസ്സിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 100% കിട്ടിയിരുന്നു കേട്ടോ. അത്രയായിരുന്നു. ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പേടിയുണ്ടോ എങ്ങനെയാണ്, അതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഗായ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ടെൻഷൻ, എങ്ങാനും പൊങ്ങി വീണാലോ അങ്ങനെയൊക്കെ ചിന്തയുണ്ട് എൻ്റെ മനസ്സിൽ. പിന്നെ കാത്തിരിക്കാൻ അങ്ങനെ ഇപ്പം ട്രെയിനിൽ പോകും എന്ന് അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്തായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പേടിച്ചു. എൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞു പോയി. ടെൻഷനായി. നെഞ്ചെടുപ്പൊക്കെ ടിക്ക് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പൊങ്ങിയപ്പോൾ ഇങ്ങനെ കാണാനുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മേഘങ്ങളും അങ്ങനെ കുറച്ച് ഇങ്ങനെ ഞാൻ കണ്ടിട്ടിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം എനിക്ക് ചെവി വേദന തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത ചെവി വേദനയായിരുന്നു. നമ്മൾ ഫുഡൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ടിക്കറ്റിൽ. അതുകൊണ്ട് പിന്നെ തലവേദനയും ചെവിവേദനയും എല്ലാം കൂടി ആയപ്പോൾ അതിൽ ചായ വന്നപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയും കാഷ്നറ്റും. നല്ല ചെവിവേദനയും തലവേദനയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മിണ്ടാതെ താഴത്ത് ഇങ്ങനെ ഇരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കോയമ്പത്തൂർ എൻ്റെ കാലാമ്മേൻ്റെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ. ഇനി നാളെ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. കോയമ്പത്തൂരാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നാളെയാണ് നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ബൈ. എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ
ട്രെയിനൊക്കെ മിസ്സായാലും ഇതിൽ കിടക്കുമല്ലോ വെച്ചിട്ടാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫുള്ളായി ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം.